അങ്ങനെ ഞാൻ മലയാളത്തിലെ ടോപ്പ് ഡയറക്ടറെ പോയി കണ്ട്. പുള്ളി മുമ്പിൽ ഞാൻ എൻ്റെ പ്രകടനം കാഴ്ച വെച്ച്. പുള്ളി പറഞ്ഞ്, മോനെ നിൻ്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത പടത്തിൽ നിന്നെ നായകനാക്കാം, ചിലപ്പോൾ പടം ഹിറ്റും ആവും. അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ നിനക്ക് ഒരുപാട് സിനിമകൾ ചെയ്ത് ചിലപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറായി ഒതുങ്ങിപ്പോണ്ട ആളല്ല നീ അതിലും വലിയ ലെവലിലെത്തേണ്ട ആളാണ്, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്ക് ശരിക്കാണ്ട് കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ വലിയൊരു കഴിവുണ്ട്, അതിങ്ങനെ അഭിനയിച്ച് നശിപ്പിക്കാളല്ല. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ ആ കഴിവ് വളരെ ഭദ്രമായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നു. ഒരിക്കലും ഞാൻ ഉപയോഗിക്കില്ല, അങ്ങനെ ഉപയോഗിച്ച് കളയാളല്ല എൻ്റെ കഴിവ്. ഞാനപ്പോൾ ഫീൽഡൊന്ന് മാറ്റിപ്പിടിച്ചു, തിരക്കഥയിലേക്ക് കിടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി രാവും പകലും ഉറക്കുളച്ച് ഞാൻ ഒരു തിരക്കഥ എഴുതി. അപ്പോൾ ഈ തിരക്കഥ കേൾപ്പിക്കാനായിട്ട് ഞാൻ സംവിധാനൻ്റെ അനുവാദം കിട്ടി. പുള്ളിക്കാനത് കേൾപ്പിച്ച് എൻ്റെ സിനിമയിലെ 2 സീനുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ മറ്റൊരു കഴിവ് കൂടി മനസ്സിലായി. എനിക്കൊരു സൈക്കാട്രിസ്റ്റ് ആളെ കഴിവുണ്ട്. കാരണം ഒരു സൈക്കാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ രോഗിയെ ഹിപ്നോട്ടിസ് ചെയ്യാൻ വേണ്ടി മയക്കുന്നത് 30 സെക്കൻഡ് കൊണ്ടാണ്. ഞാൻ കഥ പറഞ്ഞ് 10 സെക്കൻഡുള്ളിൽ ഡയറക്ടർ ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി സൈക്കാട്രിസ്റ്റിൻ്റെ ആളെ. പക്ഷേ എന്നെ ഉറങ്ങിയ ആളെ ഞാൻ വിളിച്ചെണിപ്പിക്കണമെന്ന് വിചാരിച്ച് പുള്ളിനെ അവിടെ ഇട്ട് പോയി. ഞാൻ എൻ്റെ കഥകളായി പലയിടത്തും അലഞ്ഞ് അവസാനം എനിക്കൊരു പ്രൊഡ്യൂസർ റെഡിയായി. പുള്ളി പടം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മലയാള സിനിമയിലെ പല സ്റ്റാർ വാല്യുള്ള നടന്മാരെയും കുറച്ച് പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്ത് പൂർത്തിയായി. കഴിഞ്ഞ ആഴ്ച പടം റിലീസായി. പക്ഷേ പടം ആരും അറിയപ്പെട്ടില്ല. കാരണം ഫസ്റ്റ് ഡേ പോലും ഒരു മനുഷ്യൻ പോലും പടത്തിന് കയറിയില്ല. എന്നാൽ പടം മോശമായിട്ടല്ല, കാരണം പടം മോശമാണെങ്കിൽ പടം കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആളുകൾ വരും, തിയേറ്ററിന് മുമ്പ് വരും, തിരിച്ചു പോകും, വരും തിയേറ്ററിൽ മുമ്പിൽ നോക്കും, തിരിച്ചു വരും. ഇതെന്താണ് സംഭവിച്ചെന്നൊരു പിടുത്തമില്ല. ഞാൻ ആരെങ്കിലും പാര വെച്ചതാണ്. അവസാനം ഞാൻ പടം മാറ്റി ഒരുപാട് ആലോചിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴുള്ള കാര്യം മനസ്സിലായത്. പടത്തിന് പേരിട്ടാണ് ചെറിയൊരു പ്രശ്നമായിപ്പോയത്. പടത്തിന് ഞങ്ങളിട്ട പേരെന്ന് വെച്ചാൽ ഇന്ന് പ്രദർശനം ഇല്ല. അപ്പോൾ ആളുകൾ വരും, ഇന്ന് പ്രദർശനം ഇല്ലെന്നാണ്, തിരിച്ചു പോകും. അങ്ങനെ പറ്റിപ്പോയത്. പിന്നെ അത് മാറ്റി നല്ലൊരു പേരോടെ രണ്ടാമത് ഇറക്കുന്നുണ്ട്. രാജേഷ് രമേശ് കൊണ്ട് എൻ്റെ പടത്തിന് പറ്റിയൊരു നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാവോ? ഇന്ന് പ്രദർശനം ഉണ്ട്. അതെന്താ നിൽക്കുന്നില്ല, എനിക്ക് ഒരു തിരക്കുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പുതിയൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പടം കഴിഞ്ഞിട്ട് ഉടനെ ഇറക്കാൻ. അടിപൊളി പേരാണ്, അന്യർക്ക് പ്രവേശനമില്ല. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കാണ് ഞാൻ പോകുന്നത്.